അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പുഴുക്ക് തിന്നാനൊരു ആഗ്രഹം. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായേൻ്റെ കടി പുഴുക്കാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി പുഴുക്ക് ഉണ്ടാക്കിയിട്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലേ ശരിക്കും പുഴുക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് അതിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ 150 ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകിങ്ങാണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം കേട്ടോ. കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവുന്ന സമയത്തേക്ക് നമുക്ക് പച്ചക്കായും കപ്പയൊക്കെ നന്നാക്കി എടുക്കേ. അപ്പോൾ കപ്പ നന്നായിട്ട് തോലൊക്കെ പൊക്കിയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് മുറിച്ചിടാം കേട്ടോ. നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേവാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇടേ. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വേഗം നോക്കാം. അപ്പോൾ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. തിളച്ച വെള്ളം ആയിക്കൊണ്ട് കപ്പ ഇതിലേക്ക് ഇടാൻ കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ചെറുപയർ ഇതാ പകുതി വേവായിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കായ ചേർക്കാം കേട്ടോ. പച്ചക്കായ നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണേ. ഒരു 3 പച്ചക്കായ ഞാൻ എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ വെള്ളമില്ല, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒഴിച്ച ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ച് പെട്ടെന്നാവും, അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 വിസിലും കൂടെ വരണേ. കപ്പ വേവാനായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കുകയാണ്. ഈ കല്ലുപ്പാണ് ചേർത്തത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണ്ടേ. ഒന്നുകൂടി ഒന്ന് തിളക്കിയിട്ട് പെട്ടെന്നാവും കേട്ടോ. പകുതി വേവ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ. ഇതിലേക്കുള്ള അരപ്പിനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചീരാമുളകുണ്ട്, പിന്നെ ഒരു അരമുറി തേങ്ങയാട്ടോ എടുത്തത്. ഇതെല്ലാം മിക്സിയിൽ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ. ജീരകം കൂടി ചേർക്കുന്നുണ്ട്, ചെറിയ ജീരകം. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. കുറച്ച് വെള്ളം മതി. അപ്പോൾ കപ്പയും ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറവിടെ ഉരുളി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. രണ്ട് 3 ഉണക്കമുളകാണ് ഇടുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച കപ്പയിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ.
ഇനി നേരത്തെ വേവിച്ച് ചെറുപയറും പച്ചക്കായും ചേർക്കണം. നേരത്തെ ചതച്ച് വെച്ച് തേങ്ങയും പച്ചമുളകൊക്കെ ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കപ്പയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടൻ ചായയും കപ്പ പുഴുക്കുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ പോലെ കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് നാളെ വരാം. ബൈ.